കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വൻ പദ്ധതികളാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അണിയറയിൽ തയ്യാറാക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരില്ല എന്ന് പോലും നിലപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ആദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ യുദ്ധ കപ്പലുകളുടെ അകമ്പടി ഒരുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. എണ്ണ കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും അകമ്പടിയായി തന്നെ യുദ്ധ കപ്പലുകൾ അയക്കുക, ആവശ്യമെങ്കിൽ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടുക, ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക ശക്തി അവിടെ പരസ്യമായി പ്രദർശിപ്പിക്കുക തുടങ്ങിയ സാധ്യതകളാണ് ഇപ്പോൾ യൂറോപ്പ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുൻകൈ അത് വലിയൊരു പദ്ധതി, വൻ പദ്ധതിയായി തന്നെ മാറുകയാണ് എന്നതും ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ്. കപ്പലുകൾക്ക് യുദ്ധ കപ്പലുകളുടെ അകമ്പടി നൽകുന്ന പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനുമാണ് ഈ പദ്ധതിയുടെ പ്രധാനമായ സൂത്രധാരന്മാരെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പദ്ധതി ആലോചിച്ചിരുന്നതായി യൂറോപ്യൻ യൂണിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരാൻ പ്രസിഡന്റ് ട്രംപ് പലതവണ ഇവരോട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ താല്പര്യം അവർ അറിയിച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ നേർവിപരീതമായ ഒരു മറുപടിയായിരുന്നു ട്രംപിന് നൽകിയത്. തങ്ങൾക്ക് ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. യുദ്ധത്തിന് മുൻപേ തന്നെ യൂറോപ്യൻ നേതാക്കളെ അവമതിക്കുകയും അവഗണിക്കുകയും ചെയ്ത ട്രംപ് പിന്നീട് സഹായം തേടുകയായിരുന്നു. ഈ ചർച്ചകളോട് അനുകൂലമായി പ്രതികരിക്കാതിരുന്ന യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ യുദ്ധാനന്തര സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള രഹസ്യ ചർച്ചകൾ തുടരുകയാണ്. യുദ്ധം തീർന്നാൽ ഇറാന്റെ തീരപ്രദേശത്തെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതേപോലെ തന്നെ പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു പൂട്ടുകയായിരുന്നു ഉണ്ടായത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 ഭാഗവും കടന്നുപോകുന്ന ഈ പാതയിലൂടെയാണ്. മാത്രമല്ല, യുദ്ധം അവസാനിച്ചാൽ ഈ കപ്പൽ പാതയിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പോലും യൂറോപ്യൻ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇതിനായി പുറം ലോകം അറിയാതെ തന്നെ കരുക്കൾ നീക്കുകയും ചെയ്തിരിക്കുകയാണ്. ചർച്ചകളിൽ 35 രാജ്യങ്ങൾ പങ്കുചേരുന്നതായി തന്നെ ഇവിടെ അറിയിക്കുകയും ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി തന്നെ സഖ്യകക്ഷികളുമായും വാണിജ്യ കപ്പൽ വ്യവസായ സ്ഥാപനങ്ങളുമായും അവിടെ പ്രായോഗിക പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു ബ്രിട്ടീഷ് മാധ്യമം, അതായത് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇതിനോടായി തന്നെ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.